എത്രയ്ക്കാ വിളിച്ചത് 100 തൊട്ട് വിളിക്കാൻ തുടങ്ങിയത്. എത്ര നേരം നോക്കിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ചക്ക കൊട്ടുന്നൊരു കപ്പളങ്ങ കിട്ടി അല്ലെ പെണ്ണെടുത്ത് തന്നെ എളുപ്പം കാര്യം തീരാൻ. അതും കൊള്ളാന്ന് നല്ല കപ്പളങ്ങ മുകളിൽ നിന്ന് വീണപ്പോ അങ്ങോട്ട് ചതഞ്ഞത്. സത്യം ഇരിപ്പുണ്ട് ഒരു കഷ്ണം ഫ്രിഡ്ജ് വെച്ചിരിക്കുക. ചകിരിക്കോണ്ട് തേക്കും. ഉച്ചവസം നിൽക്കുമ്പോ കറുപ്പ് തന്നെ കേട്ടോ. ദൈവം തന്ന സൗന്ദര്യം മതി. കറുപ്പ് പോകാൻ വേണ്ടി ചേച്ചി ആ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ അനീഷ ജോസഫ് നമ്മുടെ ഡോക്ടർ ഉണ്ട്. അതല്ല മാവേലി 2 ആഴ്ച കൂടെ അല്ലേ വരുന്നത്. 4-4ാമത്തെ ആഴ്ച ഞങ്ങള് സ്വീകരിക്കാൻ വരണമായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് 3 മണിയായപ്പോ വന്നു അല്ലേ. സ്പ്രേ കുപ്പി കമന്നു പോയോ? അത് പൊട്ടിപ്പോയ നേരത്തെ വീണ് പൊട്ടി. ഞാനൊന്ന് തൂത്ത് വാരിയതാ ചില്ലടക്കം. കുപ്പി പൊട്ടിപ്പോയോ? മണം പിടിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ കപ്പയാണോ? കരിയുന്നുണ്ടോ എന്നെങ്കിലും കിട്ടിയാ മതി. അന്നേരം എടുത്ത് സൗന്ദര്യത്തിന്റെ കാര്യത്തിലായി ഇത്രയും. അവിടെ സൗന്ദര്യത്തിന്റെ ആരും ചെയ്യുന്നില്ല, ആരും തേക്കുന്നില്ല. എനിക്ക് പിന്നെ ഇത് തേക്കാൻ സൗന്ദര്യം വലിയ വിഷയമുള്ള കാര്യമല്ല. ഒരക്കടി നെറ്റിലോട്ടൊക്കെ ഉരയ്ക്കല്ലേ. ഇവിടെ മാത്രം വെളുത്തിരിക്കും. നെറ്റി നാളെ കറുത്തും ഇരിക്കും. ചന്ദനത്തിന്റെ അപ്പുറം അതിന് ആവശ്യത്തിനുള്ള കളറൊക്കെ ഉണ്ട്. എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പിക്കും. അല്ല തന്നെ മുഖത്തെല്ലാം കറുത്ത പാടാ. ഇനി സൈനി നമുക്ക് ഉറക്കം വരും. രാത്രി ഉറക്കില്ലെന്ന് പറഞ്ഞു. ഇച്ചിരി പപ്പായ തേച്ച് ഉറക്കം വരുമോ? ആ പരിപാടി തേച്ചു പോയി. തേച്ചേ ഏറ്റവും നല്ല സാധനം. അപ്പൊ എങ്ങനെ ഇരുന്ന രമ്യ ഇപ്പൊ കണ്ടോ? നല്ല കപ്പളക്കപ്പഴം പോലെ. വന്നല്ലോ കേക്കില്ലേ മണം വന്നായിരുന്നു. കേക്ക് അവിടെ വരെ മണം വന്നോ? അതിന് ഇവളന്മാരൊന്നും തിന്നാത്തേ. എടുക്ക്. ഒരു കാര്യം 4, 6, 8, 10 പേരുണ്ടല്ലോ. 10 പേരൊക്കെ ഫോട്ടോഗ്രാഫറെ കഴിക്കുമോ? ഇരിക്കുവാണല്ലേ. എന്റെ പടിയിൽ കഴിക്കുള്ളൂ. റീന കുറച്ചു നേരം മിണ്ടായിരിക്കില്ല എന്നിട്ട് ആദ്യം കപ്പളങ്ങ മുറിച്ചേ അല്ലേ? പൊന്നമ്മേ അതൊന്നും അല്ല. റീന വർത്താനം പറയാൻ തുടങ്ങാണ്. റീന അങ്ങ് പറയും. മിണ്ടത്തില്ല. വർത്താനമൊക്കെ പറയും. ശരിയല്ലേ? ജന്മനാ കിട്ടിയതിനെ മാറി കിടക്കാൻ പറ്റുക. ജന്മനാലോ കണ്ടില്ലല്ലോ. ഈ മിന്നൂന് വേണ്ട എടുക്ക്. ഞാൻ എടുക്കുവാ. മിണ്ടാട്ടത്തിൽ കണ്ടോ അവിടെ ബിന്ദു തേക്കുവാൻ തിന്നുവാൻ കൂടി വലിയ ഭക്ഷണം എടുത്തത്. ഇപ്പൊ പല്ലിന് വേറൊരു കളറായി. ബിന്ദു വീണാണോ അറിയണം. കപ്പളങ്ങ നല്ല മണം. അഴുക്കൊരു മണം. രമ്യ മോന്തയ്ക്ക് വെച്ചോ. രമ്യ കഴിപ്പിക്കുക. 500 രൂപ പിരിവിട്ട് കൊടുക്കാൻ. 500 രൂപ പിരിവിട്ട് തരാമോ?
അങ്ങനെ കുട്ടികളെ ഞാൻ ഒരു നിർബന്ധമില്ല. നിങ്ങൾ ആരായി വരുന്നത്? ജോലി ഇരിക്കാനാ ഞങ്ങളത് പിരിവിടാത്തത്. അതെ, ഞങ്ങൾ തിന്നാൻ കൊണ്ടുപോകും ബുദ്ധന്മാര് അവിടെ എന്നോടൊന്ന് പറഞ്ഞിട്ടേ എത്ര നേരം ആഴ്ചോട്ടിരിക്കുന്നു അല്ലേ? അതൊക്കെ പിടി പിടിച്ചോ നമുക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാം കേട്ടോ. എടി നിന്റെ മേക്കപ്പ് പോയടി, മൊത്തം പോയി. ഇപ്പൊ കണ്ടോളാം, നാച്ചുറലാണ്. നീയൊക്കെ പറയുന്നതാണ് ഞാൻ പുട്ടിയിട്ടാണ് വരുന്നത്. ഞാൻ പുട്ടിയിട്ട് വരുമെന്നല്ലേ പറയുന്നത്. ഇപ്പൊ അടുത്ത ആഴ്ച 500 രൂപ പിരിവിടുവാ കുട്ടിയിടാൻ. ഇപ്പൊ കണ്ടോണം നാച്ചുറൽ ആണോന്ന്. അതെ അതെ. തിരിഞ്ഞു രമ്യാന്ന് കാണുന്ന മുഖം കണ്ണാൽ വെച്ച അമ്മയോട് ചോദിച്ചാലേ കാര്യം അറിയത്തുള്ളൂ. നിന്റെയൊക്കെ കണ്ണിനകത്ത് കുരുവാ. തുടക്കണ്ടേ? കുരുവാണോടി എനിക്ക് മറ്റേ സാധനം വേണോടോ, ഇങ്ങനെ ഒത്തത്തെ സാധനത്തിന്റെ ടിഷ്യൂ. അതെവിടെയാ ഇരിക്കുന്നത്? എടുത്തോണ്ട് വരണോ? കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ അവനോട് തന്നെ അല്ല, ഇതൊക്കെ അവനോട് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഇത് എത്ര മിനിറ്റ് നിൽക്കും? ഇതിന് വലിയ കാശ് കൊടുക്കണമെന്നില്ല കേട്ടോ. 2 കപ്പളങ്ങയൊക്കെ ഒഴിച്ചിട്ടാ മതി. ചെലവില്ലാതെ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാലും മുഖത്തെ ചെളിവ് കുറച്ച് പോയി ആ കപ്പളങ്ങായിട്ട് തേച്ച് നാളെ ലുലു പോവാ ഡിസ്പ്ലേ കഴിക്കാൻ. അതായത് ശരി കേട്ടോ, നല്ലൊരു പോകുന്നു കഴിയും. കണ്ണ് കിട്ടാതെ ഒരു കരി വരച്ചുണ്ട്. കേട്ടോ കേട്ടോടെ. ആ പൊട്ട എടുത്ത് ഇളങ്ങാനും കുത്തിക്കോ. അല്ലെ കുത്തിക്കോ, അല്ല കണ്ണ് കിട്ടണ്ടടി. കാണലിന്റെ ഇല വേണോ? എവിടെയും അറിയാത്ത തിരിക്കും. അല്ലെ മറ്റേ അവിടെ വീടിന്റെ അവിടെ ഒരു സംഭവം ഉണ്ട്, അതെടുത്ത് വെച്ചാലും മതി. മറ്റേ വീടിന്റെ അവിടെ സംഭവം ഉണ്ട്. വാണലിന്റെ അവിടെ പോയത് അവിടെ നിൽക്കേ, കണ്ണ് കിട്ടും. ദൈവമേ, കാണലൊന്നും വേണ്ട, ഇത് മതി. അത് കാണാത്തത്തിലത് ഇവിടെ വെക്കണം. കാണാത്തത് വെക്കണം. എല്ലാരും ഇവിടെ നോക്കത്തുള്ളൂ. നാളെ നമ്മുടെ പെണ്ണ് നമ്മുടെ അടുത്ത് വരേണ്ടി വരും. മനസ്സിലായിട്ടല്ലേ നോട്ടം കിട്ടത്തുള്ളൂ. രമ്യയുടെ മുഖത്ത് നോട്ടം കിട്ടത്തില്ല. ഞാൻ എന്റെ കെട്ടിയോട് പറയാം, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യണ്ടെന്ന് പറയണം. എപ്പോ ഡൈവോഴ്സിന് നോട്ടീസ് അയച്ചാൽ ചോദിച്ചാൽ മതി. ആരായി വരുന്നത്? എന്താണ് അപ്പൊ എല്ലാരും ഒക്കെ ഇത് പരീക്ഷിക്കുക. എന്തോ തന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ പോലൊക്കത്തുള്ളൂ. ഗോൾഡൻ ഫേഷ്യൽ, ഗോൾഡൻ അല്ല, കപ്പയിലൊക്കെ വേറെ എന്താ പറയുക? പപ്പായ ഫേഷ്യൽ, ആ, പപ്പായ. പപ്പായ ഫേഷ്യൽ, കപ്പളങ്ങയുടെ ഇംഗ്ലീഷ് ആണ് പപ്പായ. കപ്പളങ്ങയൊക്കെ ആഡ് ചെയ്തു. അതെ. ബൈ രമ്യ, ബൈ. ബൈ. ഞങ്ങളുടെ ചാനലിൽ കണ്ടോ പരീക്ഷയില്ല. പുള്ളി എവിടുന്നല്ല? ഓ പുള്ളിക്കും ഇഷ്ടം. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലേറ്റ് കൊടുക്കാനേ പറഞ്ഞു. മറ്റേ കപ്പളങ്ങ ഇട്ടോ. ഇത് മുഖത്തേക്ക് തേക്കും. ഇത് അതെ അതെ. ആ ഇത് മുഖത്ത് തേക്കും. കുറച്ച് കാപ്പി അതിനകത്തോട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. അല്ല, കാപ്പിടിയും പഞ്ചസാരയും കൂടെ തേച്ച് വിടാം. ഹിന്ദു കൂടെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ആ ചിലപ്പോ അത് തോന്നുന്നു കേട്ടോ. അല്ലെന്ന് അങ്ങനെയായിരുന്നു. അതിലോട്ട് തേക്കുവാ. ആ അല്ല നമ്മളോ തിഞ്ഞ് കറുപ്പിട്ട് മാവ് കഴിക്കുന്നതിൽ കുഴച്ചിഞ്ഞ് തേക്കുമെന്ന്. കട്ടൻ കാപ്പിയും കൂടെ ഒഴിച്ചിട്ടെ മുഖത്തോട്ട് തേച്ചാലും മതി. എന്റെ വീടേ ഉള്ളു ചെറുക്കടവില്. അവരുടെ ബുദ്ധി എനിക്ക് കിട്ടിയിട്ടില്ല. ചെറുക്കടവില് ബുദ്ധി കിട്ടിയിട്ടില്ല. അതിനിടെ അവിടെ ഉള്ളവർ മുഴുവൻ ബുദ്ധി കിട്ടവരാണ്. ആണോ? എന്താ ഒരു 2 കേക്ക് കൊണ്ടുവരാമോ? അതിനാ ഇത് കണ്ടില്ലേ? ആ ഇതിന് വേണ്ട. പേപ്പർ അടുത്ത പ്രാവശ്യം പ്ലം കേക്ക് വേണ്ട. പലകയുള്ള ഒരു സൈസ് കഴിക്കില്ല, അതാണ് ഇവ കൊട്ട കയറി ഇരിക്കുകയും ചെയ്യാം.
അതാ എന്നാ കേക്ക് വാങ്ങിക്കണേ നമുക്ക്. അത് അങ്ങനെയല്ല, ഒരെണ്ണം നടുക്ക് മാത്രമൊന്നുമല്ല, അത് എങ്ങനെ വേണേലും ഡിസൈൻ തന്നെ അവര് ചെയ്യും. ഞങ്ങൾ നടുക്ക് പോകുള്ളത് വേണ്ടെന്ന് വെക്കും. അപ്പൊ നമ്മൾ സാധനങ്ങൾ വേസ്റ്റ് ആക്കരുതാണ്. എന്റെ ദൈവമേ, ആ പേപ്പർ ഒന്ന് മേടിച്ച് കളയാർക്കെങ്കിലും തങ്കമണി ചേച്ചി അതൊന്ന് മേടിച്ചു കളഞ്ഞേ. കത്തിക്ക് ചൊരണ്ട ആ പൂച്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്ക. അതെങ്കിലും തിന്നരുത്. പൂച്ചയ്ക്ക് പോലും എന്തൊരു കഷ്ടമായത്. ആ കണ്ടോ, ഇങ്ങനത്തെ പറ്റിയ ചേട്ടത്തിമാരുണ്ട്, പിന്നെ എന്നാ വേണം? ഇല നോക്കി പട്ടി ഇടയ്ക്ക് ആ കൊച്ചിന്റെ ആഗ്രഹമല്ല. ദൈവമേ, അടുത്ത ആഴ്ച ബിജി 2 കേക്ക് കൊണ്ട് ഉറപ്പായിട്ട് മേടിച്ചോണ്ട് വന്നേ പറ്റൂ. അതുകൊണ്ട് ആ ഒരു കാര്യം പേപ്പർ ഉണ്ടോ നോക്കണം. ആ പേപ്പറും കൂടെ വേണം. പേപ്പറുള്ള വേണേ. അപ്പൊ ഞാൻ നക്കുന്നോണ്ടല്ലേ അടുത്ത പ്രാവശ്യം 2 കേക്കായി മനസ്സിലായി. നക്കിയപ്പോ നക്കിയാണ്. നക്കിയായി. അത്ര ബ്രാൻഡ് ഉണ്ടായില്ലേ.